ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എൽനിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഓക്ലൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് എൻഗേജ്മെന്റ് 2026 പ്രധാനമന്ത്രി മോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ സ്പാർക്ക് അരീനയിൽ എത്തും. 10,000-ഓളം ആളുകളാണ് വേദിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രിയുടെ ന്യൂസിലൻഡ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഓക്ലൻഡിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈസ്റ്റ് സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടനാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത 4 വർഷത്തേക്കുള്ള സംയുക്ത പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യ ന്യൂസിലൻഡ് തന്ത്രപ്രധാന പങ്കാളിത്തം മാർഗരേഖ 2030 ഇരു പ്രധാനമന്ത്രിമാരും അംഗീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. Is the decision by the two prime ministers to raise the relationship to a strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a roadmap to take us forward the next couple of years. This roadmap has been summarized, in fact, in a document which is being released along with the joint statement that the two prime ministers are issuing at the conclusion of their talks. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി L മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. രാജ്യത്തെ ആണവോർജ്ജ മേഖലയുടെ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള ശാന്തി നിയമം 2025 നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷണ സ്ഥാപനങ്ങളിലെയും വ്യവസായ മേഖലയിലെയും വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. 2047 രാജ്യത്തിന്റെ ആണവോർജ്ജ ശേഷി 100 ജിഗാവാട്ടായി ഉയർത്തുകയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എൽനിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എൽനിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ, മെയ് മാസങ്ങളിൽ പ്രകടമാകുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് പറഞ്ഞു. ദേശീയ മത്സ്യ കർഷക ദിനത്തിൽ CMFRI സംഘടിപ്പിച്ച മത്സ്യ കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടുത്ത ചൂടിനു ശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ തീരദേശ മത്സ്യ കർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു.
ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന, പോലീസ് എന്നിവർക്ക് പുറമെ കൽപ്പറ്റയിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പുഴയിലുൾപ്പെടെ വ്യാപക തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സെൻസസ് 2027ന്റെ ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പരമ്പരാഗത പ്രതിരോധശേഷിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തി ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ 6ാമത് തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ നൈപുണ്യത്തിലൂടെ അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകൾ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. यह भारत की शिप बिल्डिंग कैपेबिलिटी और नेवल इंडस्ट्रियल इकोसिस्टम की स्पीड और हमारे सेल्फ कॉन्फिडेंस, आत्मविश्वास का यह एक प्रमाण है. एक समय था जब हम अपनी अधिकांश डिफेंस नीड्स के लिए दूसरे देशों की ओर देखते थे. आज हम अपने ही शिपयार्ड्स में अपने ही देश के लोगों के हाथों से वारशिप बना रहे हैं, और वह भी एक के बाद एक तेज रफ्तार से हम वारशिप बना रहे हैं. ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയവ അനുവദിച്ചിരിക്കുന്നത്. BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ തുടങ്ങിയവയാണ് പുതിയ കോഴ്സുകൾ. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ പരിഹരിക്കണമെന്നും സുസ്ഥിരമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കണമെന്നും ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ഇറാന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാമ്പത്തിക ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഈ നീക്കം. US ഇറാൻ ധാരണാപത്രം അവസാനിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഉപരോധങ്ങൾ വരുന്നത്. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ മരണം 4000 കടന്നു. 16,740 പേർക്ക് പരിക്കേറ്റതായി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 24-ലാണ് 7.2, 7.5 എന്നീ തീവ്രതകളുള്ള ഇരട്ട ഭൂകമ്പം വെനീസ്വലയിൽ നാശം വിതച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാണാതായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30-നാണ് നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30-ന് അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ട് ഇന്ന് 2ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റിന്റെ 1ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 1 വിക്കറ്റിന് 21 റൺസ് എന്ന നിലയിലാണ്. മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30-ന് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എൽനിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.